ഹായ് ഗായ്സ്, അപ്പോൾ നല്ല ചൂടാക്കിയില്ലേ, നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് ഒരു 5-6 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ചിലത് നന്നായി പഴുത്തിട്ടില്ല, ഒരു 3 നന്നായി പഴുത്ത മാങ്ങയും ഒരു 2 ഒരു പകുതി പഴുപ്പ് ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള മാങ്ങയാണ് എടുത്തേക്കണം. അപ്പോൾ അത് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും വെച്ചിട്ട് ഈ മാങ്ങ നന്നായി വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ സാധാ റെഡിക്ക് മാങ്ങ അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ വേവിച്ചിട്ട് അടിക്കുമ്പോൾ നല്ല മാംഗോ ഫ്രൂട്ടി പോലെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര എൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാനൊരു 3 സ്പൂൺ, ആ സ്പൂണിൽ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഓവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നന്നായി തിളപ്പിച്ചെടുത്ത് നന്നായി മാങ്ങ വേവണം. അപ്പോൾ നന്നായി തിളക്കട്ടെ. അങ്ങനെ മാങ്ങ നന്നായി വേവിച്ചതിന് ശേഷം ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല കുറുക്ക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി വെച്ചു. ഇനി നമുക്കിത് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് രൂപ കിട്ടുന്നു. അപ്പോൾ ഞാനതിൽ കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കല്ല, എന്നാലൊരു മീഡിയം ഇതിൽ തിക്നെസ്സിൽ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ അതിൽ കലക്കി ഒഴിച്ചു. അങ്ങനെ ഇതാ നന്നായി ജാറൊക്കെ ഞാനൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നന്നായി ഇളക്കി. അപ്പോൾ നല്ല പാകമായിട്ട് നല്ല കട്ടിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം മാംഗോ ഫ്രൂട്ടിയുടെ അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതി നല്ല കുറുകി നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ നല്ല തിക്നെസ്സിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. അത് എൻ്റെ ഇടയിലൊരു ക്ലിപ്പ് ആദ്യത്തെ വന്നു പോയതാണ്. എന്താ നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഞാനത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാണ്. അപ്പോൾ അതാ ഞാൻ അടിപൊളിയായിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സംഭവം നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല കട്ടിയേക്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ഫ്രൂട്ടിയുടെ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ മാംഗോ ജ്യൂസ് അടിക്കുന്ന പോലെയല്ല, നല്ല മാംഗോ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു സംഭവത്തിന്. വീണ്ടും കുറച്ചും കൂടി ഐസ് ക്യൂബ് ഇട്ടു. അപ്പോൾ അതാ ചേട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി അത് കുടിക്കുകയാണ്, ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കുടിച്ചു. ആ ചേട്ടനും നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ അടിപൊളി മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ. നിങ്ങളും ഉണ്ടാക്കൂ.